മകളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുമിച്ച് ചേരാം. വിദേശങ്ങളിൽ നിന്നും സ്വദേശങ്ങളിൽ നിന്നും ഒരുമിച്ചുകൂടി ഒരു മാലയെ കോർത്ത പുഷ്പങ്ങളെപ്പോലെ ദൈവവചനത്തിന് മുമ്പിൽ നമ്മൾ ഇരിക്കുകയാണ്. ദൈവവചനത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുത്തവരാണ് വിശുദ്ധന്മാർ. ആ വിശുദ്ധരുടെ ജീവിത മാതൃകയിലൂടെയാണ് ഓരോ 3 മിനിറ്റ് പ്രാർത്ഥനയും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിതാ വിശുദ്ധനായ ലോറൻസ് ജസ്റ്റീനിയൻ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തിന് നമ്മോട് വ്യക്തിപരമായി ഒരു വചനം പറയാനായിട്ടുണ്ട്. ഇതാ വചനം കേൾക്കാം. ഏശയുടെ പുസ്തകം 42-ാം അധ്യായം 1-ാം വാക്യം. ഇതാ ഞാൻ ഒരുക്കുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം, ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകും, അവൻ ജനങ്ങൾക്ക് നീതി പ്രദാനം ചെയ്യും. മകളെ, സുവിശേഷം ജീവിതം കൊണ്ട് വ്യാഖ്യാനിച്ചവരാണ് വിശുദ്ധന്മാർ. ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ച ലോറൻസ് ക്രൈസ്തവ വിശ്വാസത്തിൽ വളർന്നു വരുവാൻ അമ്മ വളരെയധികം നിഷ്കർഷിച്ചിരുന്നു. കുഞ്ഞു പ്രായത്തിൽ ഒരു വിശുദ്ധനാകാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ആ ആത്മീയ തീഷ്ണത ഒന്ന് ആലോചിച്ച് നോക്കൂ. ആത്മീയ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം കൗമാരത്തിൽ തന്നെ കഠിനമായ പ്രായശ്ചിത്ത പ്രവൃത്തികളും ത്യാഗപ്രവൃത്തികളും അനുഷ്ഠിച്ചു പോന്നു. പ്രായപൂർത്തിയായപ്പോൾ വിവാഹാലോചിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ മാതാപിതാക്കന്മാർ പോലും അറിയാതെ ലോറൻസ് വിശുദ്ധ ഗീവർഗീസിൻ്റെ ആശ്രമത്തിൽ പ്രവേശിച്ചു. ആശ്രമത്തിൽ പ്രവേശിച്ച അന്ന് മുതൽ ജീവിതത്തിൽ വലിയ തീഷ്ണതയായി. എളിമയും പ്രായശ്ചിത്തവും തീഷ്ണതരമായ പ്രാർത്ഥന മൂലമായിട്ട് വിശുദ്ധനേറെ വളർന്നു. ഏറെ താമസിക്കാതെ അദ്ദേഹം വൈദികനായി. അദ്ദേഹം താമസിക്കാതെ തന്നെ പ്രാദേശിക ശ്രേഷ്ഠനായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. തുടർന്ന് സാർവത്രിക ശ്രേഷ്ഠനായി തിരഞ്ഞെടുത്തു. കാരണം എന്താണ്? വിശുദ്ധിയുടെ പരിമളം എല്ലായിടത്തും ഇങ്ങനെ പരക്കുകയാണ്. 1433 ലോറൻസിനെ വെനീസിലെ മെത്രാനായി തിരഞ്ഞെടുത്തു. നോക്കണേ, നവീകരണ യജ്ഞത്തിൽ പല പുതിയ സംരംഭങ്ങളും തുടങ്ങിയതിൻ്റെ ഫലമായി നിന്ദനങ്ങളും പരിഹാസങ്ങളും പീഡനങ്ങളും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അവയെല്ലാം സമചിത്തതയോടെ യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് സഹിക്കുകയാണ് ഉണ്ടായത്. ഏറെ താമസിക്കാതെ 1451 അദ്ദേഹത്തെ പാത്രിയാർക്കി സ്ഥാനം നൽകി അഭിഷേകം ചെയ്തു. ഒരു കാര്യം രഹസ്യം പറയട്ടെ, വൈക്കോൽ കിടക്കയായിരുന്നു വിശുദ്ധൻ കിടന്നിരുന്നത്. രോഗബാധിതനായപ്പോൾ ശുശ്രൂഷികൾ അറിഞ്ഞ് മയമുള്ള ഒരു കിടക്ക തയ്യാറാക്കി. എന്നാൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കർത്താവ് മരത്തിൽ തൂങ്ങിയാണ് മരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ വൈക്കോൽ കിടക്ക മതി എന്ന് അവിടുന്ന് പറഞ്ഞു. 1455 ജനുവരി 8-ാം തീയതി ഈശോയെ ഞാനിതാ വരുന്നു എന്ന് വലിയ സന്തോഷത്തോടെ സമൂഹത്തോട് ചേർന്ന് പ്രാർത്ഥിച്ച് ഉച്ചരിച്ചുകൊണ്ട് ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ ലോറൻസ് ജസ്റ്റീനിയൻ്റെ അനുഗ്രഹ കടാക്ഷം നമ്മുടെ കുടുംബത്തിലെ യുവജനങ്ങളിലും കുടുംബത്തിലും പരിശുദ്ധിയുടെ പരിവേഷം ചാർത്തട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.